എക്സ്പ്രഷൻ 73 എന്ന് പറയുന്ന ഫോട്ടോ എല്ലാം തന്നെ ചിത്രീകരിക്കുന്ന തയ്യാറെടുപ്പിലാണ് അവർ കടന്നു വരുമ്പോൾ. അത് അഭിമാനകരമായ ചരിത്രം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു വലിയ കൗതുകമാണ്. ഒരു ഫോട്ടോ എടുക്കുന്നു, പക്ഷേ ക്യാമറയ്ക്ക് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരമൊക്കെ നമ്മൾ മുമ്പ് സുനിത വില്യംസിന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ സംസാരിച്ചതാണ്. അവരിങ്ങനെ നടക്കുകയല്ല, ഒഴുകി നടക്കുകയാണ്. ആ ക്യാമറ പോലും ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെറുതെ നിൽക്കുന്ന പോലെ. അങ്ങനെ ഈ ദൃശ്യങ്ങൾ പോലും ലോകത്തിനൊരു വിസ്മയമാണ്. തീർച്ചയായും മൈക്രോഗ്രാവിറ്റിയിൽ, അതായത് നമ്മൾ അന്നൊക്കെ ഞാനും ജെയിംസും ആയിരുന്നു അന്ന് സുനിത വില്യംസിന്റെ വരവിൽ. അന്ന് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ് മൈക്രോഗ്രാവിറ്റിയിൽ ഇത്രയും എക്സ്പ്രഷൻ 70 ഇവരുടെ മിഷൻ എന്ന് പറയുന്ന ലോങ് മിഷനാണ്. ഇവർക്ക് ഒരുപാട് നാള് ബഹിരാകാശ നിലയത്തിൽ തങ്ങേണ്ടതുണ്ട്. ആക്സിയം നമ്മുടെ ശുഭാംശുക്കളൊക്കെ തിരിച്ചു വന്നാൽ പോലും ഇവർ അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ ഇത്രയും നാൾ മൈക്രോഗ്രാവിറ്റിയിൽ ജീവിച്ച് എനിക്ക് തോന്നുന്നു അവർക്ക് ഇതൊക്കെ സ്വാഭാവികമായി മാറിയെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു 4 പേര് വരുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും. എന്നും കാണുന്ന മുഖമല്ലാതെ കുറച്ചുപേരെ കാണാമല്ലോ. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു അവർ ഹാച്ചിങ് പ്രക്രിയ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാച്ചിങ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ പേടകത്തിന്റെ വാതിൽ തുറക്കാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ജെയിംസ് പറഞ്ഞ പോലെ തന്നെ പുതിയ ആൾക്കാരെ വരുമ്പോൾ അതിഥികളെ ക്ഷണിക്കേണ്ട അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും അവിടെ ഒരു വെൽക്കമിങ് പാർട്ടിയൊക്കെ ഇപ്പൊ നടക്കും. അതായത് അവർക്ക് ഒരു ഷേക്ക് ഹാൻഡോ അല്ലെങ്കിൽ ഹഗ്ഗൊക്കെ നൽകി അതൊരു പ്രോട്ടോകോളും കൂടിയാണ്. അത് സ്നേഹത്തോടു കൂടി മാത്രം ചെയ്യുന്നതല്ല, അതാണ് അതിന്റെ ആദ്യത്തെ പ്രോട്ടോകോള്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 14 ദിവസമായിരിക്കും ഇവർ ബഹിരാകാശത്ത് തങ്ങുക. 60ഓളം പരീക്ഷണങ്ങൾ ഇവർ നടത്തും. അതിൽ തന്നെ 7 പരീക്ഷണങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇന്ത്യയെ പോലെ തന്നെ ഹംഗറിക്കും പോളണ്ടിനും ഇത് ചരിത്ര നിമിഷമാണ്. ചരിത്ര നിമിഷത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഹംഗറിയിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെ തന്നെ ആദ്യമായി ഒരു വ്യക്തി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ഒരു ചരിത്ര നിമിഷമാണ് അല്പസമയത്തിനുള്ളിൽ നടക്കുക. എനിക്കൊന്ന് 6 മണിയോട് കൂടി തന്നെ ഹാച്ചിങ് ഓപ്പണായി ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള സംഘം പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 73 ബഹിരാകാശ സഞ്ചാരിയാണ്. നമ്മുടെ ആക്സിയം മിഷനിലെ ഉൾപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ ഇത് ബഹിരാകാശ നിലയത്തിനുള്ളിലുള്ള ദൃശ്യങ്ങളാണ്. ഹാച്ച് ഓപ്പൺ ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രാഗൺ പേടകത്തിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഡ്രാഗൺ പേടകം എന്ന് പറയുന്നത് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സീരീസിൽ ഒരുപാട് പേടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയ ഡ്രാഗൺ പേടകത്തിലാണ് ഇപ്പോൾ ഇവർ 4 പേരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻപ് ഉപയോഗിച്ചിരുന്ന ഡ്രാഗൺ പേടകമാണെങ്കിൽ ഹാച്ചിങ് പ്രക്രിയയൊക്കെ തന്നെ കുറച്ച് എളുപ്പവും പരിചിതവുമായിരിക്കും ഭൂമിയിലുള്ളവർക്കും അതിലുള്ളവർക്കും. പക്ഷെ ഇത് പുതിയൊരു പേടകമായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കാൻ സാധ്യതയുണ്ട്. അതുമായുള്ള പരിചയമൊക്കെയായി വരുന്നതിൻ്റെ ഒരു ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും 6 മണിയോട് കൂടിയാണ് ഹാച്ചിങ് നടക്കുമെന്നാണ് സ്പേസ് എക്സും ആക്സിയം ഒക്കെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അത് പൂർത്തിയായതിനു ശേഷം ഇപ്പൊ കാണുന്നില്ലേ ഈ വഴിയില്ലേ, അവിടെ തന്നെയാണ് നമ്മുടെ പേടകം ഇരിക്കുന്നത്. കണ്ടില്ലേ, അത് കണ്ടോ? അതായത് ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഡ്രാഗൺ പേടകം. അത് തുറന്ന് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതാണ് നമ്മുടെ ഇനി നടക്കാനുള്ള പ്രോസസ്സ്. തുറക്കുകയാണോ അവിടെ കാണുന്നത്? അങ്ങനെ ഒരു സംശയം, ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഈ ഹാച്ചിങ് പൂർത്തിയായി അവർ ആ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ്? ഇവർക്ക് വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ ഈ പരീക്ഷണങ്ങളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണോ, അതോ സ്വാഭാവികമായും ഈ ബഹിരാകാശ നിലയം പരിചയപ്പെടാൻ കുറച്ച് സമയം എന്നതിലേക്ക്? ഹാച്ചിങ് പൂർത്തിയായിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹാച്ചിങ് പൂർത്തിയായി. ചരിത്ര നിമിഷം പെഗി വിൻസൻ, അതായത് ആക്സിയം മിഷൻ കമാൻഡർ ആയിട്ടുള്ള പെഗി വിൻസൻ ആണ് ആദ്യമായി ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർ മൊത്തം കാത്തിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ശുഭാംശു ശുക്ലയും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഹാച്ചിങ് പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. ആദ്യമായി രാജ്യത്തിന് അത് അഭിമാന നിമിഷമാണ്. രാജ്യത്ത് നിന്ന് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ശുഭാംശു ശുക്ലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മൂന്നാമതായി വന്നിരിക്കുന്നത് പോളണ്ടിന്റെ സവാൻസി യുസാൻസ്കിയാണ് മൂന്നാമതായി ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. 4മതായി ഹംഗറിയുടെ ടിബർ കബുവും പ്രവേശിക്കും. അങ്ങനെ കൃത്യം 5:53 കൂടി, അതായത് 6 മണി
മണിയോടുകൂടിയായിരുന്നു ബഹിരാകാശ നിലയത്തിൽ ഇവർ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതും അല്പസമയം മുമ്പ് തന്നെ നേരത്തെ നടന്നു. അങ്ങനെ ശുഭാംശു ശുക്ല, അമേരിക്കയുടെ പെഗി വിൻസൻ, പോളണ്ടിന്റെ സുവാൻസി യുസാൻസ്കി, ഹംഗറിയുടെ ടിബർ കപൂർ, അങ്ങനെ 4 പേരും നീണ്ട കാത്തിരിപ്പിന്. നമുക്കറിയാം മെയ് 29-ാം തീയതി ആണ് ഇതിന്റെ വിക്ഷേപണം തീരുമാനിച്ചിരുന്നത്. പക്ഷെ പല കാരണങ്ങളാൽ വിക്ഷേപണം നീണ്ടു. സാങ്കേതിക പ്രശ്നങ്ങൾ തടസ്സമായി, കാലാവസ്ഥ വ്യതിയായി, ഒടുവിൽ ഈ ബഹിരാകാശ നിലയത്തിൽ തകരാറുകൾ സംഭവിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒടുവിൽ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇന്ത്യക്കാരനും അത്രയേറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം നമ്മുടെ ശാസ്ത്രം, നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്ര ചുവടുവെപ്പുകൾ ഇത്രത്തോളം പുരോഗമിച്ചു, അല്ല ഇത്രത്തോളം എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം. ശുഭാംശു ശുക്ലയുടെ ഈ യാത്ര എന്ന് പറയുന്നത് നമുക്കും നമ്മുടെ ഭാവിയിൽ വരുന്ന ഓരോ തലമുറയ്ക്കും അത്രയേറെ ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല. അങ്ങനെ ഹാച്ചിങ് പൂർത്തിയായി. ഇത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ മാത്രമല്ല ഹംഗറിയെയും പോളണ്ടിനെയും ഒക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നിമിഷമാണ്. ഇനി എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഇത്ര നേരം അതായത് ശുഭാംശു ശുക്ലയും പെഗി വിൻസനും ഒക്കെ വന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബഹിരാകാശ സഞ്ചാരികൾ, അതായത് അവിടെ ഇപ്പോൾ 7 ബഹിരാകാശ സഞ്ചാരികളാണ് ഉണ്ടായിരുന്നത്. എക്സ്പ്രഷൻ 73 എന്ന് പറഞ്ഞ മിഷനുമായി ബന്ധപ്പെട്ട് അവർ കുടിക്കാൻ ഒരു ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹാലിംഗനം നടത്തി ഊഷ്മളമായ സ്വീകരണം. അതെ, ആ വെൽക്കമിംഗ് പാർട്ടിയൊക്കെ നൽകി അവർക്ക് എന്താ പറയാ കുടിക്കാനായി ഒരു ഡ്രിങ്ക്സ് ഒക്കെ നൽകി അവർ അതൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഒരു ഫോട്ടോ സെഷനും കൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഈ വെൽക്കമിംഗ് പാർട്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള ബഹിരാകാശ സഞ്ചാരികൾ ഈ ബഹിരാകാശ നിലയത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. കാരണം പെഗി വിൻസനെ മാറ്റി നിർത്തിയാൽ ബാക്കി 3 പേർക്കും ഇതൊരു പുതിയ കാഴ്ചയാണ്, പുതിയ അനുഭവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാൾ അവർ എക്സൈറ്റഡ് ആണ്. അവർ എത്ര നാളത്തെ പരിശീലനമൊക്കെ പൂർത്തിയാക്കിയാണെന്നറിയോ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ബഹിരാകാശ നിലയത്തെ ഒന്ന് പരിചയപ്പെടുത്തും. ഓക്കെ, മിഷൻ കമാൻഡർ ആയിട്ടുള്ള പെഗി വിൻസൺ ആണ് ഇപ്പോൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനടുത്തുള്ള പെഗി വിൻസന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് നമ്മുടെ ശുഭാംശു ശുക്ല. അതായത് അതാണ് ശുഭാംശു ശുക്ല. ശുഭാംശുവിന്റെയും ടിബർ കപൂറിന്റെ ഒക്കെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവർ നേടിയെടുത്ത അതിൻ്റെ ഒരു സ്വപ്നം, അതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ ഈ ബഹിരാകാശ നിലയത്തെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തും. അതിനുശേഷം ഇപ്പൊ ഇവർ വന്ന ഡ്രാഗൺ പേടകം കുറച്ച് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാർഗോസ് അവിടേക്ക് കൊടുത്തയക്കുകയും അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ അവിടെ നടക്കും. അതിനുശേഷം നാളെയോടുകൂടിയായിരിക്കും ഒരുപക്ഷെ ഇവർ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുക. ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയുടെ ആദ്യത്തെ സന്ദേശം നമുക്കായിട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയതിനു ശേഷം നമുക്കായി ഒരു സന്ദേശം പങ്കുവയ്ക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.